ഹലോ ഓൾ, ഞാൻ ഡോക്ടർ ജിഷ്ണു, പീഡിയാട്രീഷ്യനാണ്. നമ്മളുടെ ഗ്രൂപ്പ് തുടങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ശനിയാഴ്ചയാണ് നമ്മളുടെ ചാനലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതും തുടങ്ങിയതും. അപ്പോൾ നമ്മളുടെ ചാനലിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് പാരൻസിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ പാരൻസ് ഒത്തിരിയധികം സംശയങ്ങൾ ഗ്രൂപ്പിലിട്ടു. അപ്പം ആ ഡൗട്ടുകൾ സംബന്ധിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഫസ്റ്റ് വീഡിയോയും ഈ ഒരു സംശയത്തിനെ ക്ലിയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ്. അതിലൊരു പാരൻ്റ് ഒരു സംശയം, ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഫെബ്രൈൽ സീഷറിനെ കുറിച്ച് ഒരു സംശയം ഗ്രൂപ്പിലിട്ടതായിട്ട് ശ്രദ്ധിച്ചു. നമുക്ക് ഫെബ്രൈൽ സീഷർ എന്താണെന്ന് നോക്കാം. ഫെബ്രൈൽ സീഷർ നമ്മൾ കാണുന്നത് കുറച്ച് ഹെഡിങ്സിലൂടെയാണ്. ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത് എന്താണ്? ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത് പനിയുടെ കൂടെ വരുന്ന ഒരു സീഷറാണ്. ഫെബ്രൈൽ സീഷർ ഏത് ഏജ് ഗ്രൂപ്പിൽ കാണപ്പെടുന്നു? നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് എവിഡൻസ് തരുന്നതനുസരിച്ച് 6 മാസം മുതൽ 6 വയസ്സ് വരെ നമ്മൾ ഈ പനിയോട് കൂടെ വരുന്ന സീഷറിനെ നമ്മൾ ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നു. ഇത് എന്തൊക്കെ തരമുണ്ട്? 2 തരമുണ്ട്. സിമ്പിൾ ഫെബ്രൈൽ സീഷറും കോംപ്ലക്സ് ഫെബ്രൈൽ സീഷറും. കൂടുതൽ സാങ്കേതികതയിലേക്ക് ഞാൻ പോകുന്നില്ല. ഏറ്റവും കോമൺ ആയിട്ട് പാരൻസിന് മനസ്സിലാവുന്ന രീതിയിൽ പറയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫെബ്രൈൽ സീഷർ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഫെബ്രൈൽ സീഷർ ഒരു കാരണമെന്നില്ലാതെ നമുക്കങ്ങനെ പറയാൻ കഴിയില്ല എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. ഒരു 3-4 കാരണങ്ങൾ ഏറ്റവും കോമണായി ഫെബ്രൈൽ സീഷറിന് വേണ്ടി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഗൈഡ് ലൈൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഫെബ്രൈൽ സീഷർ നമ്മുടെ ബ്രെയിനിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ടെമ്പറേച്ചർ സെൻസിറ്റീവായിട്ടുള്ള കുറച്ച് അയോൺ ചാനൽസ് ഉണ്ട്. ആ അയോൺ ചാനൽസ് ഓപ്പൺ ചെയ്യപ്പെടുകയും അതിലൂടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് വന്ന് അങ്ങനെയാണ് ആ സീഷർ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഇതിന് തന്നെ ഈ ഫെബ്രൈൽ സീഷറിന് തന്നെ 2-3 എക്സ്പ്ലനേഷൻസ് കൂടിയുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ഏറ്റവും കോമൺ ആയിട്ട് ഡോക്ടേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഫെബ്രൈൽ സീഷർ എന്നുള്ളതിൻ്റെ കാരണം ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫെബ്രൈൽ സീഷർ ഏത് ഏജ് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത്? അപ്പം 6 മാസം മുതൽ 6 വയസ്സ് വരെയാണ് നമ്മൾ ഈ കോമൺ ആയിട്ട് ഈ ഫെബ്രൈൽ സീഷർ കാണപ്പെടുന്നത് കുട്ടികളിൽ. നമ്മുടെ ഫെബ്രൈൽ സീഷറിനെ കുറിച്ചുള്ള അടുത്ത ചോദ്യം, ഈ ഫെബ്രൈൽ സീഷർ നമ്മളുടെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെയോ അല്ലെങ്കിൽ ബ്രെയിനിനെയോ എന്തെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മളുടെ ഫെബ്രൈൽ സീഷർ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെയോ അല്ലെങ്കിൽ ബുദ്ധിയെയോ അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിനെയോ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യില്ല. പിന്നെയുള്ളൊരു സംശയം എന്ന് പറയുന്നത് ഈ ഫെബ്രൈൽ സീഷർ വന്ന കുട്ടികൾക്ക് വേറെ തരം എപ്പിലെപ്സികൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഫെബ്രൈൽ സീഷർ കാരണം എപ്പിലെപ്സി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. IAP ഗൈഡ് ലൈൻ സംബന്ധിച്ച് നോക്കുമ്പോൾ, അതായത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഗൈഡ് ലൈൻസിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫെബ്രൈൽ സീഷർ വന്നൊരു കുട്ടിക്ക് ഭാവിയിൽ എപ്പിലെപ്സി വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1% മാത്രമാണ്. പിന്നെയുള്ളൊരു കോമൺ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫെബ്രൈൽ സീഷർ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ എത്ര ശതമാനം അത് വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഫെബ്രൈൽ സീഷർ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഒരു 32% അത് വരാനുള്ള സാധ്യതകൾ ഉണ്ട് 6 വയസ്സിൻ്റെ ഉള്ളിൽ. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ, ഫെബ്രൈൽ സീഷർ എന്തെങ്കിലും രീതിയിൽ ജനറ്റിക്സുമായിട്ട് ഇൻവോൾവ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഫെബ്രൈൽ സീഷറിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ എന്നുള്ളത് എവിടെയും വ്യക്തമാക്കിയിട്ടില്ല.
ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഗൈഡ് ലൈൻസിലാണെങ്കിലും അങ്ങനെയൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിൽ പോലും പാരൻസിനോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ ഫെബ്രൈൽ സീഷർ വന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഫെബ്രൈൽ സീഷർ വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫെബ്രൈൽ സീഷറിന് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പാരൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത നമ്മൾ ഫെബ്രൈൽ സീഷർ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, കുട്ടിക്ക് ഫെബ്രൈൽ സീഷർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളതാണ്. വീട്ടിൽ എന്തൊക്കെ ചെയ്യാനാകും? ഫെബ്രൈൽ സീഷർ ഒരു കുട്ടിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പനി കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കണം. അത് ടെമ്പറേച്ചർ 100.4 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിലാണ് ഫെബ്രൈൽ സീഷർ വരാൻ സാധ്യത വളരെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പനിയുടെ മരുന്ന് കൊടുത്തതിന് ശേഷം നമ്മളുടെ കുട്ടി അധികം ഈ ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിൽ സ്വെറ്റർ പോലത്തെ ഡ്രസ്സസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈറ്റാക്കാൻ വേണ്ടി ശ്രമിക്കണം. അധികം കട്ടിയുള്ള ഡ്രസ്സസ് ഇതിന് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നനച്ച് തുടയ്ക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ടെപ്പിഡ് സ്പോഞ്ചിങ് എന്ന് പറയും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, കുട്ടി ഇപ്പോൾ ഒരു ഫെബ്രൈൽ സീഷറിലാണെങ്കിൽ കുട്ടിയുടെ വായിൽ നിന്നും ചിലപ്പം നുരയും പതയും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നുരയും പതയും വരികയാണെങ്കിൽ കുട്ടീനെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, ലെഫ്റ്റ് സൈഡിലേക്ക് കിടത്തണം. പിന്നെ നമ്മൾ ഈ വായിൽ നിന്നും വരുന്ന നുരയും പതയും ക്ലിയർ ചെയ്യണം. അത് നമ്മളുടെ കുട്ടിക്ക് ശ്വാസതടസ്സം വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ കുട്ടിക്ക് ഫെബ്രൈൽ സീഷർ വരുന്ന ഒരു വീഡിയോ നോട്ട് പറ്റുകയാണെങ്കിൽ, പോസിബിൾ ആണെങ്കിൽ, നമ്മളൊരു പാനിക് സിറ്റുവേഷനിലല്ല, നമ്മൾ അത്രയും പേടിച്ചല്ല ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ നോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ നോട്ട് ഭാവിയിൽ പീഡിയാട്രീഷ്യനെ നമ്മൾ കാണിക്കുമ്പോൾ അത് യൂസ്ഫുൾ ആവും. കാരണം ഈ ഫെബ്രൈൽ സീഷർ തന്നെ പലതരം ഫെബ്രൈൽ സീഷറുകളുണ്ട്. പിന്നെ ഫെബ്രൈൽ സീഷർ അല്ലാതെയുള്ള സീഷറുകളുമുണ്ട്. അതായത് പനിയോടുകൂടെ അല്ലാതെ വരുന്ന സീഷേഴ്സും ഉണ്ട്. അപ്പം പീഡിയാട്രിഷ്യൻ നോക്കിയാൽ പെട്ടെന്ന് അത് മനസ്സിലാവാൻ വേണ്ടി നമുക്കൊരു വീഡിയോ നോട്ട് ഒരു പാനിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ എടുക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫെബ്രൈൽ സീഷർ വന്ന കുട്ടിക്ക് എന്തെങ്കിലും മെഡിസിൻ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇപ്പോൾ ഫെബ്രൈൽ സീഷർ തന്നെ 2 തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സിമ്പിൾ ഫെബ്രൈൽ സീഷറും കോംപ്ലക്സ് ഫെബ്രൈൽ സീഷറും. അതിലൊരുവിധം കുട്ടികൾക്കെല്ലാം സിമ്പിൾ ഫെബ്രൈൽ സീഷറായിരിക്കും വരിക. സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത് 15 മിനിറ്റിൽ താഴെ മാത്രം നിൽക്കുന്ന ഒരു സീഷറായിരിക്കും. പിന്നെ അത് നമ്മളുടെ ഏജ് ഗ്രൂപ്പിലുള്ളൊരു സീഷറായിരിക്കും. അതായത് 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ വരുന്നൊരു സീഷറായിരിക്കും. ആ കുട്ടിയിൽ പ്രത്യേകിച്ച് ഈ ബ്രെയിനിൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസോ ഉണ്ടാവില്ല. അതായത് നമ്മുടെ സോഡിയത്തിലോ പൊട്ടാസ്യത്തിലോ ഏറ്റക്കുറവുകൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിനെ മാത്രമാണ് നമ്മൾ സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത്. സിമ്പിൾ ഫെബ്രൈൽ സീഷറിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സിമ്പിൾ ഫെബ്രൈൽ സീഷർ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി സീഷർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇക്ടൽ സ്റ്റേറ്റ്, ഒരു മയങ്ങുന്ന സ്റ്റേറ്റിലേക്ക് പോകും. അത് കഴിഞ്ഞ് കുട്ടി നോർമലി നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കുട്ടി എങ്ങനെയായിരുന്നോ ആദ്യം ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ആ ഒരു സിമ്പിൾ ഫെബ്രൈൽ സീഷറിന് ആക്ച്വലി ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ ആണെങ്കിൽ ഭാവിയിൽ, അതായത് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഏരിയയുടെ സീഷർ, അതായത് ബോഡി മൊത്തം വരുന്ന സീഷർ അല്ലാതെ ഓരോരോ ഏരിയയിൽ വരുന്ന സീഷറിനെ നമ്മൾ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ എന്ന് പറയും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്തായാലും ഒരു പീഡിയാട്രീഷ്യൻ്റെ അസിസ്റ്റൻസ് നേടേണ്ടതാണ്. പിന്നെ നമ്മൾ കുറേ പാരൻസിനുള്ളൊരു സംശയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഫെബ്രൈൽ സീഷർ വരാതിരിക്കാൻ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് പ്രൊഫൈലാക്സിസ് പോലെ ഒരു ഓറൽ ക്ലോബാസാം എന്നുള്ളൊരു ടാബ്ലറ്റോ സിറപ്പോ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് കുറേ പാരൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ
ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻ വെച്ച് നോക്കുമ്പോൾ സിമ്പിൾ ഫെബ്രൈൽ സീഷർ ഒരു കുട്ടിക്ക് വരികയാണ്, നമ്മൾക്ക് വീട്ടിൻ്റെ അടുത്ത് മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം പെട്ടെന്ന് അവൈലബിൾ ആണ്, പീഡിയാട്രിഷ്യൻ അവൈലബിൾ ആണ് എങ്കിൽ ആ ഫ്രീസിയം അല്ലെങ്കിൽ ക്ലോബാസാം എന്നുള്ള ആ മരുന്ന് നമുക്ക് ആവശ്യമില്ല. ഇനി അഥവാ നമ്മളുടെ വീട് കുറേ ദൂരെയാണ്, മെഡിക്കൽ ഫെസിലിറ്റീസ് എന്നൊക്കെ കുറേ ദൂരെയാണ്, നമുക്ക് വീട്ടിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടാനുള്ളൊരു പാടുണ്ട്, അതായത് പ്രയാസമാണ് എങ്കിൽ നമ്മൾ ഈ ക്ലോബാസാം എന്നുള്ള സിറപ്പ് കൊടുക്കാമെന്ന് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാരൻസ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളുടെ ഈ ഫെബ്രൈൽ സീഷറിനെ കുറിച്ച്. ഇനി നമ്മളുടെ ഈ ഫെബ്രൈൽ സീഷറിനെ കുറിച്ച് എന്തെങ്കിലും അധികമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു ടൈം അനുവദിച്ചിട്ടുണ്ട്, 8 മണി മുതൽ 9 മണി വരെ. ആ സമയത്തിൽ നമുക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ഫെബ്രൈൽ സീഷറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഒരു കണ്ടിന്യൂസ് പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത് ഈ ഫെബ്രൈൽ സീഷറിന് ആവശ്യമില്ല. അതായത് എന്തെങ്കിലും ഒരു ഫിറ്റ്സിൻ്റെ മരുന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫെബ്രൈൽ സീഷർ നോർമൽ സിമ്പിൾ ഫെബ്രൈൽ സീഷർ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇനി ഫെബ്രൈൽ സീഷറിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രൂപ്പിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം അടുത്ത ഒരു പാരൻ്റ് ചോദിച്ച ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ശ്വാസതടസ്സമുള്ള കുട്ടികൾക്ക് ഇൻഹേലർ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് ഗ്രൂപ്പിൽ വന്നത്. അപ്പം ഇനി ഒരു സമയം കിട്ടുകയാണെങ്കിൽ അത് ആ ഒരു ടോപ്പിക് എടുത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാം. താങ്ക് യു.